ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് അഥവാ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡേ 1 ചോദ്യങ്ങളും അതുപോലെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ? കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ ആണ്, അതുപോലെ ഡേ 1 ചോദ്യങ്ങളാണ്. പിന്നെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ട് ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ കൂട്ടുകാർ തെറ്റാതെ എഴുതി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. പ്രവർത്തനം 1, കഥ പൂർത്തിയാക്കാം. ഇവിടെ മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കണ്ടോ കൂട്ടുകാരെ? ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു തോണി കാണാം അല്ലേ? അതിൽ ഒരു പെൺകുട്ടിയും ഒരു നായ്ക്കുട്ടിയും ഇരിക്കുന്നത് കാണാം. പിന്നെ ഒരു പുഴയും കാണാം അല്ലേ? അപ്പോൾ എന്താണ് കഥ? നമുക്ക് വായിച്ചു നോക്കാം. പുഴക്കരയിലാണ് നീതുവിൻ്റെ വീട്. നീതുവിന് ഒരു വളർത്തു നായയുണ്ട്. പേര് ജിമ്മി. നീതുവിൻ്റെ അച്ഛനാണ് രാമു. മീൻ പിടിക്കലാണ് രാമുവിൻ്റെ ജോലി. അച്ഛൻ തോണി തുഴഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് നീതു നോക്കി നിൽക്കും. ഒരു ദിവസം തോണി തുഴഞ്ഞ് ഞാനും പുഴയിലൂടെ പോകും. നീതു ജിമ്മിയോട് പറഞ്ഞു. ആരുമില്ലാത്ത നേരം ജിമ്മിയെയും കൂട്ടി നീതു തോണിക്കരികിലെത്തി. അവർ തോണിയിൽ കയറി. തുഴഞ്ഞു തുഴഞ്ഞ് അവർ പുഴയുടെ നടുവിലെത്തി. പെട്ടെന്ന് മാനം കറുത്തു. കാറ്റ് ആഞ്ഞു വീശി. മഴ പെയ്യാൻ തുടങ്ങി. തോണി ആടി ഉലഞ്ഞു. എന്നിട്ടോ? കഥ പൂർത്തിയാക്കൂ. കൂട്ടുകാരെ, തോണി ആടി ഉലഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എഴുതാം. തോണി മറഞ്ഞു. നീതുവും ചിമ്മിയും പുഴയിലേക്ക് വീണു. നീതുവിനെ ചിമ്മി തോളിലേക്ക് കയറ്റി. അവൻ പുഴ നീന്തി അവളെ കരയിലെത്തിച്ചു. നീതു ജിമ്മിയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ 2 പേരും രക്ഷപ്പെട്ടു. അപ്പോൾ കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? ഇതുപോലെ കൂട്ടുകാർക്ക് കഥയോ കവിതയോ ഒക്കെ തന്നിട്ട് ബാക്കി ഭാഗം പൂർത്തിയാക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ കൂട്ടുകാർ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അടുത്ത് നോക്കിയേ, ഈ കഥയിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നോക്കാം. കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? ആരൊക്കെയാണ്? നീതു, ജിമ്മി, രാമു. കഥയ്ക്ക് തലക്കെട്ട് നൽകും. സ്നേഹമുള്ള കൂട്ടുകാർ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഥയായാലും കവിതയായാലും പൂർത്തിയാക്കി കഴിഞ്ഞാൽ തലക്കെട്ട് കൂട്ടുകാരോട് ചോദിക്കും. അപ്പോൾ കൂട്ടുകാർ അനുയോജ്യമായ തലക്കെട്ട് എഴുതാനും പഠിച്ചു വച്ചിരിക്കണം കേട്ടോ. പ്രവർത്തനം 2, അപകടങ്ങളിൽ പെടുമ്പോൾ. അപകടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നതിനെക്കുറിച്ച് നീതുവിൻ്റെ സ്കൂളിൽ ക്ലാസ് നടക്കുകയാണ്. ഓരോ ക്ലാസ്സിൽ നിന്നും പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നോക്കൂ. 1ാം ക്ലാസ്സിൽ നിന്നും 22 കുട്ടികളും 2ാം ക്ലാസ്സിൽ നിന്ന് 17 കുട്ടികളും 3ാം ക്ലാസ്സിൽ നിന്ന് 24 കുട്ടികളും പങ്കെടുത്തു. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? ഒന്നാമത്തെ ചോദ്യം എന്താ കൂട്ടുകാരെ? 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികളാണ് പങ്കെടുത്തത്? നമ്മൾ പറഞ്ഞു 1ാം ക്ലാസ്സിൽ 22 കുട്ടികളാണല്ലേ. 2ാം ക്ലാസ്സിലോ 17 കുട്ടികൾ. അപ്പോൾ 22നോട് 17 കൂട്ടിയാൽ പോരെ? 2 ക്ലാസ്സിലും കൂടെ എത്ര കുട്ടികൾ പങ്കെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ കൂട്ടുകാരെ? അതെ, കൂട്ടി നോക്കൂ. 39 കുട്ടികളാണ് 2 ക്ലാസ്സുകളിലും കൂടെ പങ്കെടുത്തത്. ഇനി 2ാമത്തെ ചോദ്യം നോക്കിയേ. 3ാം ക്ലാസ്സിനേക്കാൾ 5 പേർ കൂടുതലാണ് 4ാം ക്ലാസ്സിൽ പങ്കെടുത്തത്. എങ്കിൽ 4ാം ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എത്ര? 3ാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് കൂട്ടുകാരെ പങ്കെടുത്തത്? 24 കുട്ടികളാണല്ലേ. അപ്പോൾ 24നോട് 5 കൂട്ടിയാൽ മതി 4ാം ക്ലാസ്സിൽ നിന്ന് എത്ര പേരാണ് പങ്കെടുത്തതെന്ന് മനസ്സിലാകും. കൂട്ടിക്കോളൂ. 24 + 5 = 29.
9. അപ്പോൾ 4ാം ക്ലാസ്സിൽ നിന്ന് 29 പേരാണ് പങ്കെടുത്തത്. ഇനി 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? കൂട്ടി നോക്കിയേ. നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചെയ്തതുപോലെ തന്നെ 24 അധികം 29, 53 കുട്ടികളാണ് 3ലും 4ലും കൂടെ ആകെ പങ്കെടുത്തത്. ഇനി 4ാമത്തെ ചോദ്യം, കുട്ടികൾ കൂടുതൽ പങ്കെടുത്ത ക്ലാസ് ഏതാണ്, എത്ര? ഏത് ക്ലാസ്സാണ്? 4ാം ക്ലാസ്സാണ്. എത്ര കുട്ടികളാണ്? അതെ, 29 കുട്ടികളാണ് പങ്കെടുത്തത്. ഇനി 5ാമത്തെ ചോദ്യം, 3ാം ക്ലാസ്സിനേക്കാൾ എത്ര കുട്ടികൾ കുറവാണ് 1ാം ക്ലാസ്സിൽ പങ്കെടുത്തത്? 29ൽ നിന്ന് 22 കുറച്ചാൽ മതി. അതായത് 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തോട് 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കുറച്ചാൽ മതി. നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഉത്തരം എന്താ? 7. അടുത്ത് നോക്കിയേ പ്രവർത്തനം 3, രോഗങ്ങൾ പലതരം. ക്ലാസ്സിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്ക് നൽകിയ നോട്ടീസിലെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിയേ, രോഗങ്ങൾ പലതരം. ഏതൊക്കെ രോഗങ്ങളാണ്? ക്ഷയം, ചിക്കൻ ഗുനിയ, തലവേദന, മന്ത്, വയറുവേദന, മലമ്പനി, ജലദോഷം, കോളറ, കോവിഡ്, പ്രമേഹം, എലിപ്പനി, ടൈഫോയിഡ്, പല്ലുവേദന, വയറിളക്കം, വാതം. രോഗങ്ങൾ വരാതിരിക്കാൻ കരുതലാണ് പ്രധാനം. രോഗങ്ങൾക്കെതിരെ ജാഗ്രത. അപ്പം നമ്മൾ നോട്ടീസ് നോക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ തരംതിരിച്ച് എഴുതണം. ഇവിടെ പകരാത്ത രോഗങ്ങളുമുണ്ട്, പകരുന്ന രോഗങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേരെയും തരംതിരിച്ച് എഴുതാം. പകരുന്ന രോഗങ്ങൾ ചിക്കൻ ഗുനിയ, കോവിഡ്, എലിപ്പനി. പകരാത്തവയോ തലവേദന, മന്ത്, വയറുവേദന. അടുത്ത ചോദ്യം നോക്കിയ കൂട്ടുകാരെ, രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കും? എഴുതിക്കോളൂ. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും, കേടായ ആഹാരങ്ങളൊന്നും കഴിക്കില്ല. ഇവയിലൂടെയൊക്കെ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും. പ്രവർത്തനം 4, കടങ്കഥ. നീതുവിൻ്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടങ്കഥകൾ നോക്കിയേ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ഡോക്ടർ വന്നു കുത്തിവെച്ച് ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. ആരാണ് കൂട്ടുകാരെ? അതെ, കൊതുക്. രണ്ടാമത്തെ ചോദ്യം, വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി, നാട്ടുകാരെ വീട്ടിൽ കാട്ടും വീട്ടിലിരിക്കും ചങ്ങാതി. ഉത്തരം എന്താ? ടെലിവിഷൻ അഥവാ നമ്മുടെ TV. അടുത്ത് നോക്കിയേ, താഴെ പറയുന്നവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ എഴുതുക. ഒന്നാമത്തേത് ഉത്തരം തവളയാണ്. നമുക്ക് ചോദ്യമുണ്ടാക്കാം. എഴുതിക്കോളൂ. ആനയ്ക്കും നിലയില്ല, പാപ്പാനും നിലയില്ല, കുഞ്ഞിക്കണ്ണന് അരയോളം വെള്ളം. രണ്ടാമത്തെ ഉത്തരം ചേനയാണ്. നമുക്ക് ചോദ്യം തയ്യാറാക്കാമോ? എഴുതിക്കോളൂ. അടിയിൽ കിണ്ണം, നടുവിൽ വടി, മേലെ കുട. അടുത്ത് നോക്കിയേ, ഒരു കടങ്കഥ കൂട്ടുകാർ സ്വന്തമായി എഴുതി തയ്യാറാക്കണം. എഴുതിക്കോളൂ. അകമില്ല, പുറമില്ല, ഞെട്ടില്ല, വട്ടയില്ല. ഉത്തരം എന്താ? പപ്പടം. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ കടങ്കഥ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എഴുതാൻ കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 5, നമ്മുടെ ചോദ്യ പേപ്പറിലെ അവസാനത്തെ ചോദ്യം നോക്കാം. ഹായ് മഞ്ചാടി. നീതുവും കൂട്ടുകാരും ശേഖരിച്ച മഞ്ചാടികൾ 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെയും കൂട്ടങ്ങളാക്കി. ഓരോരുത്തരും ശേഖരിച്ച മഞ്ചാടികൾ എത്ര? നോക്കിയ കൂട്ടുകാരെ, 100ൻ്റെതും 10ൻ്റെതും 1ൻ്റെതുമായി അവർ ഓരോ ഡപ്പയിലാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ശേഖരിച്ച മഞ്ചാടികൾ എത്രയെന്ന് നോക്കിയേ. നീതുവിന് 4 100ൻ്റെതും അതുപോലെ തന്നെ 3 10ൻ്റെതും 1 1ൻ്റെയും കൂട്ടങ്ങൾ ലഭിച്ചു. അപ്പോൾ എത്രയാണ്? 433 മഞ്ചാടികൾ കിട്ടി. അതുലിന് 3 100ൻ്റെയും 2 10ൻ്റെയും 4 1ൻ്റെയും കൂട്ടങ്ങൾ കിട്ടി. അങ്ങനെയെങ്കിൽ അതുലിന് എത്ര കിട്ടി? 324 മഞ്ചാടികൾ കിട്ടി. ഫൗസിയയ്ക്ക് 3 100ൻ്റെയും 2 10ൻ്റെയും 2 1ൻ്റെയും കൂട്ടങ്ങൾ ലഭിച്ചു. അങ്ങനെയെങ്കിൽ അവൾക്ക് എത്രയാണ് ആകെ കിട്ടിയ മഞ്ചാടികൾ?
അതെ, 322 മഞ്ചാടികളാണ് ഫൗസിയയ്ക്കാകെ ലഭിച്ചത്. ഇനി തോമസിനാകട്ടെ 2 100-ൻ്റെയും 1 10-ൻ്റെയും 4 1-ൻ്റെയും കൂട്ടങ്ങൾ ലഭിച്ചു. അങ്ങനെയെങ്കിൽ തോമസിന് ആകെ എത്ര മഞ്ചാടികൾ ലഭിച്ചു? 214 മഞ്ചാടികളാണ് തോമസിന് കിട്ടിയത്. കണ്ടെത്തിയ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതാം. 433, 324, 322, 214. ഇപ്പോൾ കൂട്ടുകാർക്ക് സംഖ്യകൾ തന്നതിന് ശേഷം ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എഴുതാനായിട്ട് ചോദിക്കും. ഇതുപോലെ തന്നെ കൂട്ടി എഴുതാനൊക്കെ കൂട്ടുകാരോട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും കൂട്ടുകാർ നന്നായി പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഡേ 1-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു? കഥ പൂർത്തിയാക്കാനുണ്ടായിരുന്നു, കൂട്ടാനും കുറയ്ക്കാനും ഉണ്ടായിരുന്നു, പിന്നെയോ കടങ്കഥകളുടെ ചോദ്യം ഉണ്ടായിരുന്നു, പിന്നെ മഞ്ചാടികൾ എണ്ണി എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതാനും ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്